റമദാനാണ് നമുക്ക് എതിരായി സാക്ഷി നിൽക്കുന്നതെങ്കിൽ പിന്നെ ഒരാൾ നമ്മളെ രക്ഷപ്പെടുത്താനില്ല. മനസ്സിലാക്കേണ്ട വിഷയമാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുണ്യമാക്കപ്പെട്ടതായ മദീന പള്ളിയിലെത്തുകയാണ്. റസൂലുള്ളാഹി സഈദ അലൽ മിമ്പർ, മിമ്പറിലേക്ക് ഒന്നാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഫഖാല ആമീൻ ثم ارتقى الدرجة الثانية فقال آمين ثم ارتقى الدرجة الثالثة فقال آمين. പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിലേക്ക് വന്ന മിമ്പറിലേക്ക് ഖുതുബ ഓതാൻ കാലെടുത്ത് വെക്കുമ്പോ ഓരോ ചവിട്ടടിയിലും ഓരോ കാൽപാദം വെക്കുമ്പോഴും ഓരോ പടിയിലേക്ക് കയറുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ആമീൻ ഇസ്തജിബ് യാ അല്ലാഹ്, നീ ഉത്തരം ചെയ്യണേ, ഉത്തരം ചെയ്യണേ എന്നർത്ഥം വരുന്ന ആമീൻ എന്ന പദം അല്ലാഹുവിന്റെ റസൂൽ ഉരുവിടുകയാണ്. ഖുതുബ കഴിഞ്ഞ പ്രവാചകൻ ഫലമ്മാ നസല മിമ്മനൽ മിമ്പർ, മിമ്പറിൽ നിന്ന് റസൂലുള്ളാഹി ഇറങ്ങിയപ്പോ ഫഖാല സഹാബത്തു, സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ് ലഖദ് സമിഅനാ മിൻകൽ ലൗമ മാ കുന്നാ നസ്മഉ മിൻ ഖബ്ലു. അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന് വരെ ഞങ്ങൾ കേൾക്കാത്ത, ഇന്ന് വരെ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു വാക്കാണല്ലോ തങ്ങൾ മിമ്പറിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പറഞ്ഞത്. ആമീൻ ആമീൻ ആമീൻ. 3 വട്ടം ആമീൻ പറഞ്ഞതിന്റെ പൊരുൾ എന്താണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, മുക്കുന്നത്ത് ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട്, സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ ഒരൊറ്റ കാര്യം മാത്രമാണ്. പുണ്യമാക്കപ്പെട്ട റമദാൻ കടന്നു വന്നിട്ട് പാപം പൊറുപ്പിച്ചെടുക്കാതെ, കാരുണ്യം ഏറ്റുവാങ്ങാതെ, നരകീയ മോചനം ഏറ്റുവാങ്ങാതെ, സ്വർഗപ്രവേശനത്തിന് ഹേതുവാകുന്ന അമല് ചെയ്യാതെ, മോശപ്പെട്ട പ്രവർത്തനങ്ങളുമായി ജീവിതത്തെ ഹനിച്ചു തീർത്തതായ ഏതൊരു സഹോദരനുണ്ടോ, സഹോദരിയുണ്ടോ, ആഖിറം നഷ്ടമാണ്, ആഖിറം നഷ്ടമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് കാര്യം വ്യക്തമാക്കി കൊടുക്കുകയാണ്. ഞാൻ 3 വട്ടം ആമീൻ പറഞ്ഞതല്ലേ നിങ്ങൾ ചോദിച്ചത്? എന്നാൽ അറിയണോ, നിങ്ങൾ പഠിച്ചു വെക്കണേ. അതാനി ജിബ്രീൽ അലൈഹിസ്സലാം, ഞാൻ 1ാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് എന്റെ അടുക്കൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ബഅദ മൻ നദറക റമളാൻ ഫലം യുഗ്ഫർ ലഹു. പുണ്യങ്ങളുടെ പൂക്കാലമായ കാരുണ്യത്തിന്റെ 10 നൽകപ്പെട്ട, നരകീയ മോചനത്തിന്റെ 10 നൽകപ്പെട്ട, പാപമോചനത്തിന്റെ 10 നൽകപ്പെട്ട അതിവിശിഷ്ടമാക്കപ്പെട്ട റമദാൻ കടന്നു വന്നിട്ട് പാപം ഉറപ്പിച്ചെടുക്കാതെ, കണ്ണു കുടിച്ചുകൊണ്ട്, വ്യഭിചരിച്ചുകൊണ്ട്, സിനിമ കണ്ടുകൊണ്ട്, സീരിയല് കണ്ടുകൊണ്ട്, ഹറാമായ തരത്തിലേക്ക് കണ്ണു നട്ടിരുന്ന ഏതൊരു ചെറുപ്പക്കാരനുണ്ടോ, ഏതൊരു സഹോദരിയുണ്ടോ, പുണ്യമാക്കപ്പെട്ട റമദാൻ അനുകൂലമാക്കിയെടുക്കാതെ, പാപം ഉറപ്പിച്ചെടുക്കാതെ, കളിച്ചും രസിച്ചും റമദാനിന്റെ രാപ്പകലുകളെ നിസ്സാരമായി തൃണവൽഗണിച്ചതാകുന്ന ഏതൊരു വ്യക്തിയുണ്ടോ, അല്ലാഹുവിന്റെ കരുണയെ തൊട്ട് വിദൂരമാക്കട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോൾ ഫഖുൽതു ആമീൻ, അപ്പോഴാണ് ഞാൻ ആമീൻ പറഞ്ഞത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാൻ വന്നിട്ടും പാപം പൊറുപ്പിക്കാത്തവന് അല്ലാഹുവിന്റെ സർവ്വ അനുഗ്രഹങ്ങളിൽ നിന്നും വിദൂരമാക്കപ്പെടട്ടെ എന്ന് ദുആ ചെയ്തു. ആര്? മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ് ദുആ ചെയ്തത്. ഞാനതിന് ആമീൻ പറഞ്ഞു പോയി എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പറഞ്ഞാൽ ക്ലച്ച് പിടിക്കൂലെന്നർത്ഥം. റമദാൻ കൊണ്ട് വിജയിച്ചില്ലെങ്കിൽ അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ശരിയാവൂല. ഡ്രൈവിംഗ് ശരിയാകണമെങ്കിൽ കേറ്റത്ത് നല്ലപോലെ ഓടിക്കണം അല്ലേ? കേറ്റത്തെത്തുമ്പോഴത്തേക്കും പുറകോട്ട് പോവാൻ ക്ലച്ച് താങ്ങി നിർത്താൻ അറിയണം. അത് താങ്ങി നിർത്തുന്ന പരിപാടിയാണ് റമദാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇല്ലെങ്കിൽ സംഗതി വേറെ വഴിക്ക് പോകും. പെണ്ണുങ്ങൾ ചിലർ കണ്ടില്ലേ സ്കൂട്ടർ ഓടിക്കുന്നു, 5 ബ്രേക്കാണ്, 2 കാലും 2 കൈയും, പിന്നെ വാവുകൊണ്ട് ഒരു പിടുത്തം. 5 ബ്രേക്കാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറയ്.
പെണ്ണുങ്ങളുടെ ഡ്രൈവിംഗ് ഒക്കെ നല്ലത് തന്നെയാണ്. കാർ ഓടിക്കാനാണ് ഒന്നും കൂടി നല്ലത്. അള്ളാഹു കബൂലാക്കട്ടെ. അതാവുമ്പോ അവരൊത്തും മറ്റൊന്നും വെളിവാവൂല. മറ്റേത് ചിലപ്പോൾ ഡ്രസ്സിംഗ് ഒക്കെ വളരെ പ്രശ്നമായിട്ട് വരും. നിങ്ങളൊന്ന് ഉണർവാകാൻ വേണ്ടിയാണ്. എല്ലാവർക്കും ഒരു ക്ഷീണം. അതുകൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടോ. ഇടയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെ അള്ളാഹു സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമതായി ആമീൻ പറഞ്ഞത്, റമളാൻ വന്നിട്ട് പാപം പൊറുപ്പിച്ചെടുക്കാത്തവൻ അള്ളാഹുവിന്റെ സർവ്വ അനുഗ്രഹങ്ങളിൽ നിന്നും വിദൂരമാകട്ടെ, വിദൂരമാകട്ടെ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ആമീൻ, ഉത്തരം ചെയ്യണേ അല്ലാഹ്. പള്ളിയിൽ മിമ്പറിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പറഞ്ഞ പ്രാർത്ഥനയാണ്. അള്ളാഹു ദുആഇന് ഉത്തരം കൊടുക്കും, ഉറപ്പാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പിന്നെന്തിനാണ് നബിയെ രണ്ടാമത്തതിനും മൂന്നാമത്തതിനും ആമീൻ പറഞ്ഞത്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, രണ്ടാമത്തെ പടിയിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും ദുആ ചെയ്തു. ബഅദ മൻ ദുക്കിറത ഇന്നഹു ഫലം യുസല്ലി അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളാകുന്ന തങ്ങളുടെ പേര് പറഞ്ഞിട്ട്, മുഹമ്മദ് എന്ന പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാൻ മടിച്ചു നിൽക്കുന്ന ഏതൊരു മനുഷ്യനുണ്ടോ, ഏതൊരു സഹോദരിയുണ്ടോ, അവരും അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് വിദൂരമാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ദുആ ചെയ്തു. ഫഖുൽതു ആമീൻ, ഞാൻ വീണ്ടും പറഞ്ഞു പോയി ആമീൻ, നീ ഉത്തരം ചെയ്യണേ അല്ലാഹ്. ലോകം കണ്ട ഏറ്റവും വലിയ ലുബ്ധൻ, പിശുക്കനാരാൻ, അബ്ഖലുന്നാസ് ആരാൻ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവനാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മുഹമ്മദു സയ്യിദുൽ കൗനൈനി വഫഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബി വമിൻ അജമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ട വ്യക്തിത്വം, അംബിയാ മുർസലീങ്ങളിൽ ശ്രേഷ്ഠർ, മനുഷ്യരിൽ ശ്രേഷ്ഠർ, അൽ ഇൻസാനുൽ കാമിൽ, പരിപൂർണനായ മനുഷ്യൻ. ആ പ്രവാചകർക്ക് തത്തുല്യനായ മറ്റൊരു വ്യക്തിത്വമില്ല. ആ പ്രവാചകരുടെ പേര് കേട്ടിട്ട് അനങ്ങാതെ നിൽക്കുന്ന മനുഷ്യ, നിനക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ തൊട്ട് വിദൂരമാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോൾ രണ്ടാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ച ഞാൻ ഫഖുൽതു ആമീൻ, ആമീൻ പറഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹി. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. കാരണം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവൂല നബി തങ്ങളുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ഇല്ലെങ്കിൽ. വലിയ വിഷയമാണത്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. നമ്മൾ അശ്രദ്ധരാണ്, പക്ഷെ അശ്രദ്ധ വരാൻ പാടില്ല. മുഹമ്മദ്, അഹ്മദ്, ഹാമിദ്, മഹ്മൂദ്, ഹമീദ് നബിതങ്ങളുടെ പേരുകളാണ്. ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ സ്തുതിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുത്തുനബിയുടെ ശഫാഅത്തിന്റെ അഹ്ലുകാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്തിനാ നബിയെ മൂന്നാമത്തെ പടിയിലേക്ക് വെക്കുമ്പോൾ പിന്നൊരു ആമീൻ പറഞ്ഞത്? നബീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം മൂന്നാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ദുആ ചെയ്തു പോയി. ബഅദ മൻ അദ്റക അബവൈഹി ഇൻദൽ കിബർ ഔ അഹദുഹുമാ ഫലം യുദ്ഖിലാഹുൽ ജന്ന. മാതാപിതാക്കളിൽ രണ്ടുപേരോ അല്ലെങ്കിൽ ഒരാളോ പ്രായാധിക്യ സമയത്ത് ഒരു വ്യക്തിയുടെ അടുക്കൽ ലഭിക്കുകയും മകനോ മകളോ ആരാകട്ടെ ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ശ്രദ്ധ കൊടുക്കാതെ അവർക്ക് ഖിദ്മത്ത് ചെയ്യാതെയാണ് അവൻ ജീവിച്ചത് എങ്കിൽ അവരും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ തൊട്ട് വിദൂരമാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തു. ഫഖുൽതു ആമീൻ,
നീ ഈ ജിബ്രീലിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യണേ എന്ന് ഞാൻ ആമീൻ പറഞ്ഞു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാത്തവൻ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. വലിയ വിപത്താണത്. ലൈലത്തുൽ ഖദർ കണ്ടുമുട്ടാത്ത വിഭാഗങ്ങളെ പഠിപ്പിക്കുന്നിടത്തും കാണാം, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവൻ ലൈലത്തുൽ ഖദർ കണ്ടുമുട്ടൂല. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അല്ലാത്ത മുഴുവൻ ആളുകൾക്കും ആരുവരും മലായിക്കത്തുകൾ ആശ്വാസത്തിന്റെ വചനവുമായി വരും. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. നോക്കൂ നിങ്ങൾ, ആയുസ് കുറവുള്ള മനുഷ്യനാണ് നമ്മൾ, മുത്തുനബിയുടെ സമുദായമാണ് നമ്മൾ. കുറഞ്ഞ ആയുസാണ് നമുക്കുള്ളത്. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. 60ന്റെയും 70ന്റെയും ഇടയിലുള്ള ആയുസാണ്. ഈ കുറഞ്ഞ ആയുസ്സുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ധാരാളം കാലം ജീവിക്കുന്നതാകുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം, ഒരുപാട് കാലം ജീവിച്ചു, ആ ജീവിച്ച കാലം അത്രയും നന്മയിൽ അധിഷ്ഠിതമായി ജീവിച്ചു. അതാണല്ലോ ഏറ്റവും ഖൈർ. ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ അവര് തന്നെയാണ്. അങ്ങനെ ജീവിക്കാൻ അവസരം കിട്ടുന്ന തലത്തിലേക്ക് വലിയ വലിയ പ്രതിഫലങ്ങളുള്ള രാവുകളെ അള്ളാഹു നമുക്ക് സമ്മാനിക്കുക. പുണ്യങ്ങളുടെ ശ്രേഷ്ഠമാക്കപ്പെട്ട പൂക്കാലമായ റമദാനിൽ ലൈലത്തുൽ ഖദർ, ഒരൊറ്റ രാത്രി, ഒരു അമലിന് അള്ളാഹു സുബ്ഹാനഹു വ തആല 1000 മാസങ്ങളെക്കാൾ പവിത്രത അള്ളാഹു നൽകാൻ, 83 വർഷവും 4 മാസവും ചെയ്യുന്ന അമലിനേക്കാൾ മഹത്വം അള്ളാഹു ഒരൊറ്റ രാത്രിക്ക് അള്ളാഹു നൽകാൻ. നോക്കൂ നിങ്ങൾ, ഖുർആനാണ്, സൂറത്തുൽ ഖദർ ആണ് ഇപ്പോൾ ഓതിയത്. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞപ്രകാരം സിദ്റത്തുൽ മുന്തഹയിൽ നിന്ന്. എന്താണ് സിദ്റത്തുൽ മുന്തഹ? അതൊരു സ്ഥലമാണ്, സ്വർഗത്തിനോട് ചേർന്ന് നിൽക്കുന്ന, ഏഴാനാകാശത്തിൻ്റെതാകുന്ന അറ്റുഭാഗത്ത് നിലയുന്നതാകുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ടതായ ഭാഗമാണ് സിദ്റത്തുൽ മുന്തഹ. അവിടെ നിന്നാണ് ലൈലത്തുൽ ഖദറിൽ പ്രത്യേകമായി മലക്കുകൾ ഇറങ്ങുന്നത്. പ്രത്യേകം ചില മലക്കുകളാണ് ഇറങ്ങുന്നത്. എല്ലാ ദിവസവും മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. എല്ലാ ദിവസവും സുബഹിയുടെ സമയത്ത് ഇറങ്ങും, എല്ലാ ദിവസവും അസറിന്റെ സമയത്തും ഇറങ്ങും. ഈ 2 വേളയിലും ഡെയിലി മലക്കുകൾ ഇറങ്ങുന്നുണ്ട്. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇതാ മലക്കുകളല്ല, ലൈലത്തുൽ ഖദറിൽ ഇറങ്ങുന്നത് പ്രത്യേകം ചില മലക്കുകളാണ്. യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈൽ വമലായികത്തും ബിന്നഹാർ يجتمعون في صلاة العصر وفي صلاة الصبح. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈൽ വമലായികത്തും ബിന്നഹാർ. എല്ലാ ദിവസവും സുബഹിയുടെ സമയത്തും അസറിന്റെ സമയത്തും മലക്കുകൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അത്രേ. യജ്തമിഊന ഫീ സ്വലാത്തിൽ അസ്രി വഫീ സ്വലാത്തി സുബ്ഹ്. സുബഹിയുടെ സമയമാകുന്ന ഒരു വിഭാഗം മലക്കുകൾ ഭൂമിയിലേക്ക് വരുകയാണ്. സുബഹി നമസ്കാരത്തിന്റെ ജമാഅത്തിൽ പങ്കെടുക്കുമത്രേ. സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അവർ മനുഷ്യന്റെ സർവ്വ നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ തുടങ്ങുകയാണ്. റഖീബ് അതീദ് അലൈഹി വസല്ലം മാത്രമല്ല, എല്ലാ ദിവസവും സെപ്പറേറ്റ് പ്രത്യേകമായി അല്ലാഹു മലക്കുകളെ ഇറക്കുന്നുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. സുബഹിക്ക് ഇറങ്ങുന്ന മലക്കുകൾ അസർ വരെ നന്മ തിന്മകൾ രേഖപ്പെടുത്തുകയാണ്.
എന്നിട്ടും അസറാകുമ്പോ മറ്റൊരു വിഭാഗം മലക്കുകളെ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കുകയാണ്. സുബഹിക്ക് വന്ന മലക്കും അസറിന് വന്ന മലക്കുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജമാഅത്തായി അസർ നിസ്കരിക്കുമത്രേ. സുബഹിക്ക് വന്ന മലക്കുകൾ അതുവരെയുള്ള റെക്കോർഡുകളുമായി നന്മ തിന്മകളുമായി ആകാശത്തിന്റെ അധിപനായ പടച്ച റബ്ബിലേക്ക് കയറുകയാണ്. അസറിന് ഇറങ്ങി വന്ന മലക്കുകൾ അസർ നിസ്കാരാനന്തരം വീണ്ടും നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ നിലകൊള്ളുമത്രേ. അവർ സുബഹി വരെ എഴുതുകയാണ്. സുബഹിയാകുമ്പോ അടുത്ത വിഭാഗം മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അവരതാ നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ തുടങ്ങും. അസറിന് വന്ന മലക്കുകൾ അപ്പോൾ ആകാശത്തേക്ക് കയറുമെന്നും ഹബീബുനാ റസൂലുള്ളാഹി. ഇതിങ്ങനെ ഡെയിലി നടന്നുകൊണ്ടിരിക്കുകയാണ്. മലക്കുകൾ ഇറങ്ങുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ലൈലത്തുൽ ഖദർ മാത്രമല്ല, മലക്കുകൾ സ്ഥിരം ഇവിടെ തന്നെ ഉണ്ട്. ഇൽമിന്റെ മജ്‌ലിസിൽ മലക്കുണ്ടാകും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇൽമു പഠിക്കുന്നതാകുന്ന മുതഅല്ലിമിന് മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ മലക്കുകളുടേതാകുന്ന സാന്നിധ്യം സദാസമയം എപ്പോഴും ഈ ഭൂമിയിലുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണല്ലോ വീട്ടിൽ ഫോട്ടോ പ്രദർശനം പാടില്ല പറയും നമ്മൾ. പഴയുള്ള ആളുകളുടെ ഫോട്ടോകൾ ഒഴിവാക്കണം, പ്രതിമ രൂപങ്ങൾ അകത്തളങ്ങളിൽ നിന്ന് ഒഴിവാക്കണം. കാരണം മലായിക്കത്തുകളുടെ സാന്നിധ്യം ഉണ്ടാവൂല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. കാരണം മലക്കുകൾ എപ്പോഴും വരും. ഖുർആൻ ഓതുന്ന സ്ഥലത്ത് മലക്കിറങ്ങും, ദിക്ർ ചെല്ലുന്ന സ്ഥലത്ത് മലക്കുണ്ടാകും, അവരുടെ സാന്നിധ്യം ഉണ്ടാവും. പിന്നെന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദറിൽ മലക്കിറങ്ങുമെന്ന് പറഞ്ഞത്? അത് പ്രത്യേകം ചില മലക്കുകളാണ്. സിദ്റത്തുൽ മുൻതഹയിൽ നിന്നാണ് അവരുടെ ഇറക്കം. അവിടുന്ന് ഇറങ്ങിയ പിന്നെ അങ്ങോട്ട് തിരിച്ചു പോക്കില്ല. സുബ്ഹാനല്ലാഹ്. ഒരു സാദാ സീത മലക്കുകളല്ല അവർ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ മലക്കുകൾ ഭൂമിയിലേക്ക് വരുകയാണ്. ഫലാ തബ്ഖാ ബുഖഅതും മിൻ ബിഖാഇൽ അർദ് ഇല്ലാ സല്ലമ അലൽ മുസ്ലിമീൻ വയദഅ ലഹും ബിൽ ബറകാ. ലോകത്തുള്ളതാകുന്ന എല്ലാ ഭൂമികളിലും എല്ലാ പിരകളിലും എല്ലാ ചെറ്റക്കുടിലുകളിൽ പോലും ആ മലക്കുകൾ കടന്നു വരികയാണ്. അവിടെയുള്ള സർവ്വ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും ദുആ ചെയ്തിട്ട് പോകുമത്രേ. ഹബീബുനാ റസൂലുള്ളാഹി എല്ലാ വീട്ടുകാർക്കും സലാം പറയും, ശാന്തിയും സമാധാനവും നൽകിയിട്ടാണ് മലക്കുകൾ പോവുക. ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകതയാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവരോടൊപ്പം ജിബ്രീൽ അലൈഹിസ്സലാമും ഉണ്ട്. അവരോടൊപ്പം ജിബ്രീൽ അലൈഹിസ്സലാമുണ്ട്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറയിലേക്ക് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലം പറയുന്നുണ്ട്. മലക്കുകൾ സഫ് സഫായി അണിയൊപ്പിക്കുന്നതിനെ പറയുന്നുണ്ട്. അവിടെ അല്ലാഹു പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാമിനെയും പിന്നീട് മലക്കുകളെയുമാണ് പറഞ്ഞത്. يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നബയിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് കത്തിയാളുന്ന നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നിൽ നിർത്തിയിട്ട് വിചാരണ ചെയ്യുന്ന വേളയിൽ യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫാ. അന്ന് ജിബ്രീൽ അലൈഹിസ്സലാമും അല്ലാഹുവിന്റെ സർവ്വ മലക്കുകളും സഫായി അണിയൊപ്പിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. സർവരും പഞ്ചപുഷ്പം അടക്കിക്കൊണ്ട് നിലകൊള്ളുകയാണ്. ഒരാൾക്കും അനുവാദമില്ല അല്ലാഹുവിന്റെ മുന്നിൽ സംസാരിക്കാൻ, ഒരാൾക്കും അനുവാദമില്ല. അല്ലാഹു അനുവദിച്ചതാകുന്ന വ്യക്തികൾക്കല്ലാതെ ഒരാളും വന്ന് വർത്തമാനം പോലും പറയില്ല. മഹ്ശറയെ കുറിച്ച് പ്രതിപാദിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞു, ജിബ്രീലും മലക്കുകളും സഫ് സഫായി അണിനിരക്കുമേ അണിനിരക്കുമേ. ആദ്യം ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞു, പിന്നെ മലക്കുകളെ പറഞ്ഞു. കാരണം അതെല്ലാ മലക്കുകളും ഉണ്ട്.
എല്ലാ മലക്കുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് ഏതാ? ലൈലത്തുൽ ഖദ്റിൽ തനസ്സലുൽ മലായികത്തു വറൂഹു. ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞത് രണ്ടാമതാണ്. ശരിക്കും ശ്രദ്ധിക്കണേ. നേരത്തെ പറഞ്ഞതാ യൗമ യഖൂമുർ റൂഹു വൽ മലായിക. ആദ്യം ആര് പറഞ്ഞു? ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞു. പിന്നെ റൂഹ് കൊണ്ട് ഉദ്ദേശിച്ചാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. പിന്നെ ആരെ പറഞ്ഞു? വൽ മലായിക, സർവ്വ മലക്കുകൾ. ഖുർആനിന്റെ ശൈലി നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ ഖദ്റിൽ അല്ലാഹു പറയുന്നത് തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാം. പടച്ച റബ്ബിൻ്റെതാകുന്ന കൽപ്പനയോടുകൂടി ഭൂമിയിലുള്ളതാകുന്ന സർവ്വസ്ഥലങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതായ മലക്കുകൾ, അത് പ്രത്യേകം മലക്കുകളാണ്. സിദ്റത്തുൽ മുന്തഹയിൽ നിന്ന് ഇറങ്ങുന്നതായ മലക്കുകളാണ്. അവരുടെ ആശീർവാദം കിട്ടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവരോടൊപ്പം ആരുമുണ്ട്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമുണ്ട്. വമഅഹും അർബഅതു അൽവിയ. അവർക്ക് 4 കൊടികൾ അവരുടെ കൈവശമുണ്ടത്രേ. 4 കൊടികളുമായിട്ടാണ് വരുന്നത്. ആ മലക്കുകളുടെ കൈവശം 4 കൊടികളുണ്ട്. ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന മലായികത്തുകളുടെ കൈവശം 4 കൊടികൾ. യുൻസബു വാഹിദത്തും മിൻഹാ അലാ ഖബ്രി. അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനകക്കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ് ലോകത്തിന് മുഴുവനും മാതൃക കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ ഖബറിന്റെ പുറത്താണ് ഒന്നാമത്തെ കൊടി നാട്ടുക എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ കൊടി, 4 കൊടികൾ മലക്കുകളുടെ കൈവശം. ഒന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിന്റെ മുകളിൽ. മറ്റൊന്ന് യുൻസബു അലാ മസ്ജിദുൽ ഹറാം. പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ ഹറാമിലാണ് രണ്ടാമത്തെ കൊടി നാട്ടുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നമ്മൾ കാണൂല, നമ്മൾ കാണാത്ത നിലയ്ക്കുള്ളതാകുന്ന കൊടിയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ കൊടിയോ യുൻസബു അലാ തൂരി സൈനാ. മൂസാ നബി അലൈഹിസ്സലാം സംസാരിച്ചതാകുന്ന തൂരി സീനാ പർവ്വതത്തിന്റെ മുകളിൽ, അല്ലാഹുമായി സംസാരം നടത്തിയതാകുന്ന മനോഹരമായ പർവ്വതത്തിന്റെ മുകളിലാണ് മൂന്നാമത്തെ കൊടി നാട്ടുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നാലാമത്തെ കൊടിയോ യുൻസബു അലാ ബൈത്തുൽ മുഖദ്ദസി. ബൈത്തുൽ മുഖദ്ദസിന്റെ മേലിൽ നാലാമത്തെ കൊടിയെ നാട്ടപ്പെടുമെന്നും ഹബീബുനാ റസൂലുള്ളാഹി. 4 കൊടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറി ഷരീഫിന്റെ മുന്നിൽ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന കഅബയുടെ ഭാഗത്ത് മസ്ജിദുൽ ഹറാമിൽ, മസ്ജിദുൽ അഖ്സയിൽ. നബി തങ്ങളുടെ ഖബർ എന്ന് പറയുമ്പോൾ മദീനയായി. മദീന, മക്ക, ബൈത്തുൽ മുഖദ്ദസ്, തൂർ സീന. 4 സ്ഥലങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലങ്ങളാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ 4 സ്ഥലങ്ങൾ നാളെ സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുന്ന സ്ഥലം കൂടിയാണ്. മനസ്സിലായിക്കോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നതായ 4 സ്ഥലങ്ങളുണ്ടത്രേ. ഒന്ന് എന്റെ മദീനയാണ്, മറ്റൊന്ന് മക്കയാണ്, പരിശുദ്ധമാകുന്ന കഅബയാണ്, മൂന്നാമത്തത് പുണ്യമാക്കപ്പെട്ടതാകുന്ന പവിത്രമായ മസ്ജിദുൽ അഖ്സയാണ്, നാലാമത്തത് പവിത്രമാക്കപ്പെട്ടതായ തൂർ സീനാ പർവ്വതമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. സ്വർഗത്തിലേക്ക് നാളെ ഉയർത്തപ്പെടും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറഞ്ഞു വന്നത്, ഈ പവിത്രമാക്കപ്പെട്ടതാകുന്ന രാവിൽ മലായികത്തുകൾ പ്രത്യേകമായി ഭൂമിയിലേക്ക് ഇറങ്ങി ലോക മുസ്ലിമീങ്ങൾക്ക് ആശീർവാദിക്കുന്ന, അവരെ സന്തോഷിപ്പിക്കുന്ന, അവരെ സമാധാനിപ്പിക്കുന്ന ശാന്തിയുടെ ദൂതമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലോകത്തുള്ള എല്ലാ വിശ്വാസികൾക്കും ഈ കാരുണ്യം ലഭിക്കും, ഈ സന്തോഷം കിട്ടും. ചിലർക്ക് ഒഴിവേ. അതിൽ ഒന്നാണ് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതാണ് നമ്മുടെ വിഷയം.
നമ്മളിപ്പോ അവിടുന്നാണ് അങ്ങോട്ട് പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ നബി തങ്ങൾ മൂന്നാമതായി ആമീൻ പറഞ്ഞത് എന്തിനാണ്? മൻ അദ്റക അബവൈഹി ഇൻദൽ കിബരി ഔ അഹദുഹുമാ ഫലം യുദ്ഖിലാഹുൽ ജന്ന. പ്രായാധിക്യം ചെന്ന മാതാപിതാക്കളെ തന്റെ അടുക്കലെത്തിയിട്ട് അവർക്ക് ഖിദ്മത്ത് ചെയ്യാതെ അവരെ ആട്ടിപ്പായിച്ചതാകുന്ന മക്കളുണ്ടോ? അവരെ തിരിഞ്ഞു നോക്കാത്ത, അവരെ അവഗണിച്ചതായ, അവരെ ചെറി വിളിച്ച, അവരെ കൂകി വിളിച്ച, അവരെ ശകാരിച്ച, എനിക്ക് നിങ്ങളെ നോക്കാൻ വയ്യ എന്ന് പറഞ്ഞ് പടിയടച്ച് പിണ്ടം വെച്ചതാകുന്ന മക്കളുണ്ടോ? പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലൈലത്തുൽ ഖദ്ർ കണ്ടുമുട്ടുകയില്ല കേട്ടോ. അവർക്ക് അല്ലാഹുവിൻ്റെതാകുന്ന പൊരുത്തം ഉണ്ടാവുകയില്ല. സർവ്വ അനുഗ്രഹങ്ങളിൽ നിന്ന് വിദൂരമാക്കപ്പെട്ടവരാണ് അവരെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോ ഫഖുൽതു ആമീൻ, അല്ലാഹുവേ നീ ഉത്തരം ചെയ്യണേ എന്ന് ആമീൻ പറഞ്ഞു ഞാനെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവന് ലൈലത്തുൽ ഖദ്ർ കിട്ടൂല. ലൈലത്തുൽ ഖദ്ർ കിട്ടിയില്ല പിന്നെ യാതൊരു കാര്യമില്ല, അവൻ ജീവിച്ചിരുന്നിട്ട് തന്നെ കാര്യമില്ല. കാരണം ആയുസ്സിൽ ഒരിക്കൽ കിട്ടുന്നതാണിത്, വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്നതാണ് ലൈലത്തുൽ ഖദ്ർ. അത് ആ വർഷം നഷ്ടപ്പെട്ട പിന്നെ കഴിഞ്ഞു. ഈ വർഷം പോയാ പോയി. 83 വർഷവും 4 മാസവും ഇബാദത്ത് എടുക്കുന്നതിനേക്കാൾ മഹത്തരമാകുന്നു പവിത്രമായ ലൈലത്തുൽ ഖദ്ർ. അത് കൊല്ലത്തിൽ ഒരു ദിവസമാണ്. അത് അവസാനത്തെ 10 ഒറ്റയൊറ്റ രാവുകൾ പ്രതീക്ഷിക്കാൻ നബി തങ്ങൾ പറഞ്ഞു. ശ്രദ്ധിക്കാതെ കളിച്ചും രസിച്ചും രമിച്ച് നീ നിലകൊണ്ടതിന്റെ പേരിൽ നിനക്കത് നഷ്ടപ്പെട്ടു പോയാൽ തീരാ നഷ്ടമാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ ചില ചുണക്കുട്ടികളാകുന്ന സാലിഹീങ്ങളാകുന്ന ആളുകളെ പോലെ ആകണം സഹോദരങ്ങളെ. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ടതാകുന്ന കൂട്ടുകാരെ ചേർത്ത് നിർത്തുകയാണ്. തന്റെ സഹപാഠികളെ ചേർത്ത് നിർത്തി, തന്നോടൊപ്പമുള്ളതാകുന്ന മുഅ്മിനീങ്ങളെ ചേർത്ത് നിർത്തിയിട്ട് അവരോട് പറഞ്ഞു, ഇഹ്തഫു ഹൗലി, എന്റെ അടുക്കലേക്ക് നിങ്ങൾ വാ, എന്നെ വലയം ചെയ്ത് നിലകൊള്ളി, എന്നോടൊപ്പം ചുറ്റും ചേർന്ന് നിൽക്ക്. എന്നിട്ട് പറഞ്ഞു, തമന്നോ, നിങ്ങൾ നല്ലതുപോലെ കൊതിക്കണേ, മരണത്തെ നല്ലതുപോലെ കൊതിക്കണം, ആഖിറം സമ്പാദിക്കാനുള്ളതാകുന്ന അവസരം നിങ്ങൾ വിനിയോഗിക്കണം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏറ്റവും നല്ല സ്വാലിഹീങ്ങളാകുന്ന കൂട്ടുകാരെ എന്ന് എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരുമോ എന്ന് അമീറുൽ മുഅ്മിനീനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നിങ്ങളുടെ നല്ല നല്ല കൂട്ടുകാരെ എനിക്കൊന്ന് പറഞ്ഞതാ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരുമിച്ച് കൂടിയ മോമിനിയങ്ങൾ അവർ പറഞ്ഞു, തങ്ങൾ പറയും, തങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരെ പറ, അതേപോലെ ആകാൻ ഞങ്ങൾ പരിശ്രമിക്കാം. അമീറുൽ മുഅ്മിനീനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ചില കൂട്ടുകാരുണ്ട്, ഏറ്റവും അടുത്ത കൂട്ടുകാർ അതിലൊന്നാണ് അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന എന്റെ അടുത്ത കൂട്ടുകാരാണത് അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഉബൈദയെ കുറിച്ച് ലോകത്തോട് വെളിപ്പെടുത്തിയത് അമീനു ഹാദിഹിൽ ഉമ്മ, അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ ഏറ്റവും വലിയ വിശ്വസ്തനാണ് അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അമാനത്തുകളെ സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് പൂർത്തീകരിക്കും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ്, അമാനത്തുകളെ ഗൗനിക്കുന്ന വ്യക്തിയാണ്. നമ്മൾ കിട്ടിയ അമാനത്തുകളെ നഷ്ടപ്പെടുത്തി കളഞ്ഞ വ്യക്തികളാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഏതാ അമാനത്ത്? റമളാൻ, പുണ്യമായ റമളാൻ അല്ലാഹു നമ്മളിലേക്ക് നൽകിയ ഒരു അമാനത്താണ്, വിശ്വസിച്ച് നമ്മുടെ കയ്യിൽ നൽകിയതാണ്. വേറെ വല്ല സമുദായമായിരുന്നെങ്കിൽ വൃത്തിയായി അമൽ ചെയ്തേനെ. നമ്മൾ ഈ റമളാൻ വന്നിട്ട് തഹജ്ജുദ് നമസ്കാരം ദായിമാക്കിയ ആളുകൾ എത്ര പേർ? നിസ്കരിക്കാത്തവർ ഇന്നും ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഇടയത്താലം മുഴുവൻ കഴിക്കൂല, കടന്നുറങ്ങും. തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക, ഇടയത്താഴ ഭക്ഷണം, അത്താഴം അത് മുടക്കരുത്, അതിൽ ബറക്കത്തുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി
ഒരു കവിളിത്തടം വെള്ളം, ഒരിറക്ക് പാല് വേണ്ട, ഒരു ചെറിയൊരു ഈത്തപ്പഴം കൊണ്ടെങ്കിലും നിങ്ങൾ ഇടയത്താഴം കഴിക്കണം. അത് കഴിക്കാതിരിക്കരുത്. അതിൽ ബറക്കത്തുള്ള ഭക്ഷണം. ബറക്കത്ത് ആഗ്രഹിക്കുന്ന ആളുകളല്ലേ നമ്മൾ. ബറക്കത്തുള്ള ഭക്ഷണം കഴിച്ചാൽ അതിൽ ഖൈറുണ്ടാകും. എങ്കിൽ ബറക്കത്ത് മോഹിക്കുന്നവരെ അത്താഴ ഭക്ഷണം മുടക്കരുതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമ്മളിൽ പലരും മുടക്കിയില്ലേ? 3 മണി വരെ മൊബൈലായിട്ടിരിക്കും, പിന്നെ അങ്ങനെ ഉറങ്ങാൻ. ഇടത്താഴമില്ല, അത്താഴമില്ല, സുബഹിയില്ല, ഒന്നുമില്ല. ളുഹറാം എഴുന്നേറ്റ് വരികയാണ് ഹാജിയാര്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. പിന്നെ എങ്ങനെ നമ്മുടെ നോമ്പ് ശരിയാകും? റമളാനിനോടുള്ള കടമയും കടപ്പാട് പൂർത്തീകരിച്ചോ? റമളാനിനോടുള്ള പ്രതിബദ്ധത, കമ്മിറ്റ്മെന്റ് എത്രമാത്രം ഉണ്ടായിരുന്നു? ഈ പുണ്യ റമളാൻ, പുണ്യങ്ങളുടെ പൂക്കാലമായി റമളാൻ, പാപമോചനത്തിന്റെ പത്തും നരകീയ മോചനത്തിന്റെ പത്തും കാരുണ്യത്തിന്റെ പത്തും നൽകി നമ്മളെ ആദരിച്ച റമളാൻ. കാരുണ്യം നേടിയെടുത്ത്, പാപമോചനം നേടിയെടുത്ത്, നരകീയ മോചനത്തിന് പാത്രീഭൂതരായി റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടക്കേണ്ട നമ്മൾ പാപമോചനത്തിന് നൽകപ്പെട്ടതായി പുണ്യമാക്കപ്പെട്ട മാസത്തിൽ നമ്മുടെ പാപങ്ങൾ പൊറുപ്പിച്ചെടുക്കാൻ കാരണമായിട്ടുണ്ടോ? ചിന്തിക്കണേ. നമ്മുടെ പാപം പൊറുപ്പിച്ചെടുത്തോ? അതിനുള്ള മാർഗങ്ങൾ അള്ളാഹു ഇഷ്ടം പോലെ പറഞ്ഞു. റമദാനിൽ നോമ്പ് നോറ്റാൽ മൻ ഖാമ റമദാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമദാനിലെ നോമ്പ് തന്നെ വിശ്വാസവും കൂലിപ്രതീക്ഷയും വെച്ചുകൊണ്ട് പിടിച്ചാൽ തന്നെ അള്ളാഹു പാപമോചനം നൽകും. പൂർണ്ണമായി പിടിച്ച ആളുകൾ എത്ര പേർ? ചൂടാണ്, ദാഹമുണ്ട്, വളരെ കഠിനമാകുന്ന ഈ ചൂടുള്ള വേളയിൽ നോമ്പ് നോറ്റ് വീട്ടിയ മുഅ്മിനീങ്ങൾ ഈ വർഷം വളരെയേറെ ചൂടാണ്. അള്ളാഹു എല്ലാവരെയും നോമ്പ് സ്വീകരിക്കുമാറാവട്ടെ.